promotion. We are going to library for studying. Actually. ഞാനും വിജയണ്ണും കൂടെ എന്നിട്ട് സിനിമ ആർട്ടിസ്റ്റാണ് വിജയണ്ണും കൂടെ സിനിമയുടെ ഇതൊക്കെ പറയാണ്. അതായത് നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ അത് കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ വെറുതെ കാണുമ്പോഴാണ് നല്ല ഫ്രണ്ടാണെ പോലെ അവർ സൂചി ഇടുന്നൊക്കെ പറഞ്ഞ ക്ലാസ് എടുത്തിട്ടുണ്ട്. അവർ ഇതിനടുത്ത ഷോട്ട് നടക്കുന്ന സിനിമ ആയിരിക്കുകയാണ്. സിനിമ ഇല്ല, ഞാൻ ഈ വിജയണ്ണ ഇവിടെ ഉണ്ട്. ഓപ്പൺ തിയേറ്ററാണ്. ഓപ്പൺ തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാര് അങ്ങനെ ഗ്ലാസ് ഒന്നും വെച്ചില്ല. സാധാരണ ഗ്ലാസ് വയ്ക്കുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. ഇത് ഫൈറ്റ് അങ്ങനെയല്ല. ഗ്ലാസ് വയ്ക്കുമ്പോഴേ നമ്മുടെ കണ്ണാടി മറ്റേ 3D ഒക്കെ ആണെങ്കിൽ നമ്മൾ ഗ്ലാസ് വയ്ക്കുമ്പോഴല്ലേ എഫക്ട് അറിയാൻ പറ്റുമേ. ഇത് സിനിമ തന്നെ. ഇത് സിനിമ നിങ്ങൾ മറ്റേ ഇവിടെ ഒന്നും വേൾഡില് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മോളിൽ കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണേ അങ്ങനെ ഒരു സംഭവമാണ്. എന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ഒക്കെ മുകളിലാണ് നടക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് കാണാം. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ താഴെ ഇറങ്ങും. താഴെ നമ്മൾ അടുത്തോട്ട് വരും. നമുക്ക് തൊട്ട് വെക്കുമ്പോൾ അറിയാൻ പറ്റൂല ആരാണ് ഫൈറ്റ് ചെയ്യണത്. ഒരു ഇംഗ്ലീഷിലെ വലിയ ഫൈറ്റേഴ്സ് ഒക്കെ ആയിരുന്നു. ഫൈറ്റേഴ്സ് മീൻസ് ഇംഗ്ലീഷിലെ ഫൈറ്റേഴ്സില് നമ്മുടെ പവർ റേഞ്ചേഴ്സ്. എനിക്ക് ഗ്രാജുവേഷന് മനസ്സിൽ കുറെ പ്ലാൻ ഉണ്ട്, കുറെ വീഡിയോസ്. ആക്ച്വലി ടെമ്പറേച്ചർ ഇപ്പം ഭയങ്കര കുറവാണ്, അതായത് നല്ല തണുപ്പാണ്. അപ്പം റൂമിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ഓക്കെ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ആക്ച്വലി ടെമ്പറേച്ചർ ഇൻ ദ റൂം ഇസ് വെരി In this video you can only see the videos in English. If you want Malayalam subtitles you can go to Sister Philia. Okay, promotion. Hi guys, today we are going to library for studying. English. English only. Okay, today we are going to library for studying. So now it's 10:30. So we have planned to go around 10 a.m. but we couldn't. Waking up by 9:30. Actually I wake up early. Okay, so today we are going to library, then we have class at around 3 p.m. Today, like after going to library, we will study for some time there. Then around 2:30 we will come back to home and have the lunch. Then again we will go for the class at around 3 p.m. Okay, so stay with the vlog with us. So she is a bit anxious about what I am talking in English. Okay, so let's see the around the street. Culture friendly in Kerala. In Kerala, only cultureless people. Okay, sorry. Kerala is good. Okay, anyway, let's see the view in the street.
സ്നോ ആണെന്ന് വെച്ച് ചവിട്ടാൻ പോയതല്ലേ? വലിയ പോട്ടെ, നമ്മളുണ്ടാക്കി പോട്ടെ, നമ്മുടെ പാടുകൾ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? എത്രാം തീയതി? എന്തോ നോക്കട്ടെ. Today is 20. ഇന്ന് 20-ാം തീയതി. പ്രത്യേകം തോന്നുന്നു. പ്രത്യേകിച്ച് ജാനുവരി 20-ാം തീയതി. ഇനി 10 ദിവസം കൂടെ ഉള്ളൂ. 11 ദിവസം കൂടെ ഉള്ളൂ ഈ മാസം തീരാൻ. 20 ദിവസം കഴിഞ്ഞു. 19 ദിവസം കഴിഞ്ഞു. എന്തോന്നാണ് ചളി അങ്ങോട്ടെല്ലാം കഴിഞ്ഞില്ല ആൾക്കാരൊക്കെ. ഈ ഫേസിൽ ഇനി നമുക്ക് കാണാൻ കിട്ടില്ല. കഴിക്കണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ പച്ചരി. You are under camera's observation. You are under camera's observation. Something is cooking. Okay. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എന്താണ് ഈ നിമിഷത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഞാനിതിടും. ഗൂഗിൾ ചെയ്ത് പറയാൻ പോണ. സോ മുത്തു ഗോയിങ് വിത്ത് ദ ട്രെൻഡ് വിത്ത് ദ ജെൻ സെഡ്. ഇത് ചെന്നിട്ടുണ്ടല്ലേ? പിന്നെ വേറെ വാക്കൊന്നും കിട്ടുന്നില്ല. കുറച്ച് കടിച്ചപ്പെട്ട വാക്ക് പറയാൻ തീർച്ചപ്പോൾ മതി ഓവറാവണ്ട. എടി അവനെന്ന് വെച്ചാൽ ഇപ്പോൾ
ലൈബ്രറിയിൽ പോയി പഠിച്ച് തളർന്നു വരുന്ന കുട്ടികൾ. ഇതെങ്ങനെ വീഡിയോ എടുക്കാതെ പോകും? ടാലന്റ്. പുലി പുലി തിരിഞ്ഞാക്കി തിരിഞ്ഞാക്കി. ചില പിള്ളേരെ സേവ് ലൈബ്രറിയിൽ പോയിരുന്നില്ല. നമ്മൾ ക്ലാസ്സിൽ പോകും. ക്ലാസ്സിൽ പോയിട്ട് പോകും. താക്കോലില്ലേ? യെസ്. അതെവിടെ? എന്തോ നിന്റെ താക്കോല് വേണോ? ഞാൻ തിരിച്ചു വന്നു. ഇല്ല, എവിടെ എന്റെ തന്നെ കോഫി കോഫിടി. മുത്തേ, സോയറയും മുസ്കൂരും പോയതിനെ പറ്റി എന്താണ് നിനക്ക് പറയാനുള്ളത്? ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ പ്രശ്നമൊന്നുമില്ല. എനിക്കിപ്പോ അങ്ങനെ ഒന്നുമുള്ള ഇമോഷൻ ഇന്ന് എനിക്കില്ല. ഇന്ന് എനിക്ക് വിഷമങ്ങളോ സന്തോഷങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നൊരു നോർമൽ മനുഷ്യനാണ്. ഭയങ്കര സന്തോഷമില്ല, ഭയങ്കര വിഷമവും ഇല്ല. അതുകൊണ്ട് അവർ പോയതിൽ എനിക്ക് സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല. മനസ്സിലായ? പക്ഷെ ഇന്നലെ ആയിരുന്നെങ്കിൽ എനിക്ക് സങ്കടം വരുമായിരുന്നു. എനിക്ക് സങ്കടം വന്നു. കാരണം അവർ പറഞ്ഞു അവർ കുറച്ച് ഇമോഷണലായി. അപ്പോൾ എനിക്ക് കുറച്ച് സങ്കടം വന്നു. ഈ കൊച്ചിനെ കാണാൻ പറ്റില്ല. പിന്നെ ഫോട്ടോ, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ അതിന് അപ്ഡേറ്റഡ് ആവും. പിന്നെ മുത്തേ അതെ ഉണ്ട്. അപ്പം ഞങ്ങൾ ക്ലാസ്സിന് പോകുമ്പോൾ വേണം. സോ വി ആർ ഗോയിങ് ടു ക്ലാസ്. മലയാളത്തിൽ പറഞ്ഞിട്ട് രണ്ടും ഉണ്ട്, ഇംഗ്ലീഷും. എനിക്ക് സബ് ടൈറ്റിൽസ് കൊടുക്കാൻ പറ്റില്ല. സോ ഓടാൻ കാണിച്ചു. ഇവിടെയല്ലേ നിൽക്കും. अभी से say something. Say something. My camera most welcome. तुम्हारी वीडियो बहुत अच्छी है. लड़के बोले
ഗൈസ് ഞങ്ങൾ ക്ലാസ്സിൽ പോയപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ആദ്യം ഒരു ബ്ലോഗർ ഉണ്ടായിരുന്നു. പുള്ളി ഇന്ന് വ്ളോഗൊക്കെ എടുത്തു. ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ മൊത്തം 3 ബ്ലോഗേഴ്സ് ഉണ്ട്. അതാണ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ സ്റ്റാഫ് എന്ന് പറയുന്നത്. 3 പേരും ഉണ്ട്, പക്ഷെ 3 പേര് വീഡിയോ എടുക്കൂല. അപ്പോൾ എല്ലാവർക്കും ആദ്യം നമ്മളിങ്ങനെ വിചാരിച്ചാ അവ ഉണ്ട്, അവ എടുക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ അവ വിചാരിച്ച ഓക്കെ ഇവരുണ്ടല്ലോ ഇവരെടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ആരും വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇപ്പോൾ 2 ദിവസം കൊണ്ടാവും വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ ചാനലിലൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇനി നാളെ മറ്റു ചാനലിലൊരു വീഡിയോ ഇടും. അപ്പം അങ്ങനെ ഞങ്ങളിപ്പം വീഡിയോ ഇട്ട് തുടങ്ങി. പിന്നെ ഈ ഒരു സെം കൂടെ അല്ലേ ഉള്ളൂ. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് പറ്റുന്നിടത്തോളം ഓരോ സൈക്കിളിലും ഓരോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ മെമ്മറി. മൊത്തം 10 ദിവസത്തെ ക്ലാസ്സാണ്. അതിലിപ്പം 7ാമത്തെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇനി മൊത്തം 3 ക്ലാസ് കൂടെ ഉണ്ട്. അപ്പം ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഫൈനലായിരിക്കും. അതോടെ സർജറിയുടെ സൈക്കിൾ കഴിയും. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങണം. ജസ്റ്റ് ഇന്ന് അടുത്തുള്ള കടയിൽ കയറണം. പിന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം പഠിച്ചിട്ട് നമ്മൾ രാത്രിക്ക് ആഹാരം ഉണ്ടാക്കും. പിന്നെ പഠിക്കും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും അല്ലേ നമുക്ക്. അതായത് നാളത്തേക്കും കൂടെയൊക്കെ സ്റ്റോക്ക് ചെയ്തൊക്കെ രീതിയിൽ ബൾക്കായിട്ട് ഉണ്ടാക്കി അങ്ങ് ഇടും. അതാകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ആഹാരം ഉണ്ടാക്കണ്ടല്ലോ. അത് തന്നെയാണ് പോയിട്ട് ഉള്ള പ്ലാൻ. അപ്പോൾ ബാക്കിയുള്ളത് വ്ളോഗിൽ കാണാം. രാത്രിയോ നൈറ്റ് റൂട്ടീൻ വരെ ഉണ്ട്. നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ആക്കാം. ഓക്കെ, നോ പ്രോബ്ലം. വലുതെടു, വെള്ളത്തെടുത്താലും മതി. പറഞ്ഞോണ്ടിരിക്കേ ഉള്ളൂ. ഇങ്ങോട്ടും അതിലെഴുതിക്കുന്നതായിരിക്കും. 10,000 സോം എഴുതി വെച്ചിട്ടുണ്ടല്ലേ. 450 ml 6,000 സോം. നിനക്ക് വേണ്ടിയാണോ പൊട്ടിച്ചിരി? അപ്പോൾ ഇതിവിടെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ 2 ഐസ്ക്രീം മാത്രമായിട്ട് ഉണ്ടായിരുന്നു. എന്ത് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചേ? കൊക്കക്കോളയല്ലേ വേണമെന്ന് പറഞ്ഞു. I have lots of grey hairs. Look. Look. Aging. I love aging. എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഇവക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ ശരിക്കും ഇന്നാണ് ഞാൻ എൻ്റെ നരച്ച മുടി സ്പോട്ട് ചെയ്യണം. ഇവിടെ ഒന്നുണ്ട്, ഇവിടത്തെ ഒന്ന് ഞാൻ കണ്ടുപിടിച്ച് ഇവിടത്തെ ഒന്ന് ഞാൻ കണ്ട്. ആക്ച്വലി നല്ല രസമുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോപ്പ്. ആ കിട്ടി.
ഒന്നുകൂടെ ഹലോ ഇവർ കഴിക്കുമായിരിക്കും രണ്ടെണ്ണം കൊടുത്ത്. Say hello. Hello. Hello da telefonuna Hello. kamera kaptırdı. Yürekçe görsün, yürekçe görsün. Yürekçe görsün. Serce. Telefona karab. Hello. Baka. Parana. Ayvada. Ha, video. Video. Ben resimde böyle yapma. Imane. Paka. Bye. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ അയൽവാസികളെ കണ്ടിരിക്കുകയാണ്. അവരെ വീടായിരുന്നു ഇത്. അവരുടെ വീടായിരുന്നു ഇത്. അയ്യോ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതായിരുന്നു അവരുടെ വീടൊക്കെ. ഞങ്ങളുടേത് 3ാമത്തെ ഫ്ലോർ ഇതോ ഇരിക്കുന്നു. ഞങ്ങൾക്ക് അവർ ഒരുപാട് ആഹാരമൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. അല്ല കുട്ടിക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇമാനെ കൊച്ചിന് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളെപ്പോഴും കളിക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ കളിക്കുമായിരുന്നു. അപ്പം അത് തന്നെ. അപ്പം ഞങ്ങൾ ഐസ്ക്രീം പോയി അവിടെ കാണൂലല്ലോ, നമുക്ക് അറിഞ്ഞോട്ടില്ല, കാണൂല്ലായിരുന്നു. വിഷമമുണ്ട്. ഇപ്പൊ കണ്ടപ്പോൾ അവളെ കണ്ടപ്പോൾ എനിക്ക് വിഷമം. രാവിലെ ഒരു പോണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നിയില്ല. പിന്നെന്താണ്, ഐസ്ക്രീം പോയി. അപ്പം പിന്നെ വീട്ടിൽ പോയിട്ട് കോഫി ഇട്ട് കൊടുക്കും. അവര് ഐസ്ക്രീം അല്ല, അവർ എന്തുമാത്രം സാധനങ്ങൾ കഴിക്കാൻ തന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഞങ്ങൾക്ക് സമ്മർ സമയം കുറേ തണ്ണിമത്തം തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട്. പിന്നെ ഗ്രേപ്സ്, പിന്നെ ആപ്പിള്, പിന്നെ പിലാഫ്. 2-3 പ്രാവശ്യം പിലാഫ് തന്നു. 3 പ്രാവശ്യം. 2-3 പ്രാവശ്യം. പിന്നെ ഒരു പ്രാവശ്യം ഇവിടുത്തെ തന്നെ മന്തി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനമുണ്ട്, അത് കഴിക്കാൻ തന്ന്. പിന്നെന്തോന്ന് അങ്ങനെ മുട്ടായി എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് തട്ട്. ഞങ്ങൾ തുറന്നു കൊടുക്കൂല, സ്ട്രേഞ്ചേഴ്സ് അല്ലേ. അപ്പം ഞങ്ങൾ വെറുതെ അല്ല, അവരാണ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ വേറെ ആരെങ്കിലും അയക്കുന്നു എന്ന് പറഞ്ഞ് തുറക്കില്ല. നല്ല ഗുണം. യെസ്. അപ്പോൾ ഇപ്പോൾ അവർ പോയി. ഇനി ഞങ്ങൾക്ക് അപ്പുറത്ത് അമ്മച്ചിയുണ്ട്, താഴത്തെ അപ്പൂപ്പനുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ നൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചായ ഇട്ട് കുടിച്ചിട്ട് പിന്നെ വിശേഷങ്ങളായിട്ട് കാണാം. ക്ലാസ് കഴിഞ്ഞ് ചിലർ കോട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ വന്നു ഗൈസ്. ആ കോട്ടൊന്ന് മാറ്റി. വീട്ടിൽ വരാനുള്ള ഒരു ക്യൂരിയോസിറ്റി.